ഭൂമി പിറവിയെടുത്ത് ഏകദേശം 450 കോടി വർഷങ്ങൾ കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ കണ്ടെത്തൽ. ആകാശത്തിലും കരയിലും വെള്ളത്തിലുമായി ഭൂമിയുടെ സകല കോണിലും ധാരാളം ജീവജാലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ജീവശ്വാസവും ജലവും നൽകുന്ന സ്വർഗമാണ് നമ്മുടെ ഭൂമി. വെറും ശൂന്യതയിൽ നിന്നും എങ്ങനെയാണ് ഭൂമി പിറവിയെടുത്തത്? നമ്മൾ കാണാൻ പോകുന്നത് ആ കഥയാണ്. ശൂന്യതയുടെ കാലം, പാറ കല്ലായി മാറിയ കാലം, മഞ്ഞ് കട്ടയായി മാറിയ കാലം, കോടിക്കണക്കിന് വർഷങ്ങൾ തോരാതെ മഴ പെയ്തിരുന്ന കാലം, ഭീകരജീവികൾ അധിവസിച്ചിരുന്ന കാലഘട്ടം, വലിയ വംശനാശത്തിൻ്റെ കാലം, അങ്ങനെ കഴിഞ്ഞുപോയ 450 കോടി വർഷത്തെ ചരിത്രം. ഈ കഥയറിയണമെങ്കിൽ നാം ഒരുപാട് പിന്നോട്ട് പോകണം. ഭൂമി ജനിക്കുന്നതിനും കോടാനുകോടി വർഷം പിന്നോട്ട്. 4500 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ തുടങ്ങുന്നത്. ഗുരുത്വാകർഷണത്തിൻ്റെ പ്രഭാവം മൂലം അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഒരു മേഘപാളി വായുമായി കൂടിച്ചേർന്ന് വികസിക്കാൻ തുടങ്ങി. വാതകങ്ങൾ കൂടുന്നതുകൊണ്ട് അതിൻ്റെ കേന്ദ്രഭാഗത്ത് ചൂട് വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ചൂട് വർദ്ധിച്ച് അവസാനം പൊട്ടിത്തെറിച്ചു. ആ വലിയ വിസ്ഫോടനത്തിലൂടെയാണ് ഇന്ന് നാം ജീവിക്കുന്ന പ്രപഞ്ചം ഉണ്ടായത്. ആ സ്ഫോടനത്തിൻ്റെ അനന്തരഫലമായി ധാരാളം പൊടിപടലങ്ങൾ ഉണ്ടായി. നെബുല എന്നാണ് ആ പൊടിപടലങ്ങളുടെ പേര്. ഹൈഡ്രജൻ, ഹീലിയം വാതകങ്ങളും മറ്റ് എലമെൻറ്റുകളും കൂടി ചേർന്നാണ് സൂര്യൻ ഉണ്ടായത്. മിച്ചമുണ്ടായ പൊടിപടലങ്ങളെല്ലാം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്തു. പതിയെ കോടാനുവർഷങ്ങൾക്ക് ശേഷം ആ പൊടിപടലങ്ങളെല്ലാം കൂടിച്ചേർന്ന് വലിയ ഗ്രഹങ്ങളുണ്ടായി. അങ്ങനെ 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയുധമുണ്ടായി. അതിലെ ഒരു ഗ്രഹമായിരുന്നു നമ്മുടെ ഭൂമി. ഭൂമി രൂപം കൊണ്ട ആ കാലഘട്ടത്തെ ഹെയ്ഡൻ യുഗം എന്നാണ് വിളിക്കുന്നത്. 460 കോടി വർഷങ്ങൾക്കും 400 വർഷങ്ങൾക്കുമിടയിലാണ് ആ കാലഘട്ടം. അന്ന് ഭൂമി വെറുമൊരു പാറക്കല്ല് മാത്രമായിരുന്നു. ചുറ്റുമുണ്ടായിരുന്ന റേഡിയേഷൻ മൂലം ഭൂമിയുടെ ഉപരിതലം ചുട്ടുപഴുക്കാൻ തുടങ്ങി. നിരന്തരം വലിയ ഉൽക്കകളും ഭൂമഹേതുക്കളും ഭൂമിയുടെ ഉപരിതലത്തിൽ പതിച്ചുകൊണ്ടേയിരുന്നു. പിന്നീടങ്ങോട്ട് ഉപരിതലം മുഴുവൻ ലാവയായി നിറഞ്ഞ് ഭൂമി വെന്തുരുങ്ങി. അക്ഷരാർത്ഥത്തിൽ ഒരു നരകമായിരുന്നു അന്ന് ഭൂമി. വളരെ വേഗതയിലായിരുന്നു ഭൂമി അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരുന്നത്. അന്നത്തെ ഭൂമിയിലെ ഒരു ദിവസം എന്നത് വെറും 4 മണിക്കൂർ മാത്രമായിരുന്നു. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായി പുറത്തു വരുന്ന പുകയും മറ്റു പൊടിപടലങ്ങളും നിറഞ്ഞതായിരുന്നു ഭൂമിയുടെ അന്തരീക്ഷം. അതിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. കാലങ്ങൾ കഴിയും തോറും ഉപരിതലത്തിലുള്ള കട്ടികൂടിയ പദാർത്ഥങ്ങളെല്ലാം ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക് പോയി. അങ്ങനെ ഉപരിതലം തണുക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഇന്നത്തെ ചൊവ്വയുടെ അത്രയും വലുപ്പമുള്ള തീയ എന്ന ഉപഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുകയുണ്ടായി. ആ കൂട്ടിയിടിയിൽ ഭൂമിയുടെയും തീയയുടെയും ചെറിയ ഭാഗം പൊടിഞ്ഞു പോവുകയും ആ പൊടിപടലങ്ങളെല്ലാം ഭൂമിക്ക് ചുറ്റും വലിയ വലമെന്ന പോലെ ഭ്രമണം ചെയ്യുകയും ചെയ്തു. കാലങ്ങൾ കഴിയുന്തോറും ആ പൊടിപടലങ്ങൾ ചേർന്ന് ഒരു ഗോളമായി മാറി. അങ്ങനെ ഈ അവശിഷ്ടങ്ങളാണ് കാലക്രമേണ കൂടിച്ചേർന്ന് ചന്ദ്രനായി മാറിയത്. അന്ന് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 23,000 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിരുന്നു. ചന്ദ്രൻ ജനിച്ചതിനു ശേഷമാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത കുറയുന്നത്. മാത്രമല്ല, ചന്ദ്രൻ ഉണ്ടായതിനു ശേഷമാണ് ഭൂമിയുടെ ഒരു ദിവസം 24 മണിക്കൂറായി മാറിയത്. ഇങ്ങനെ ഭൂമിയിൽ ജീവജാലങ്ങൾ ഉദയം ചെയ്യുന്നതിനും നിലനിൽക്കുന്നതിനും അനുകൂലമായ അന്തരീക്ഷം ദീർഘകാല പരിണാമത്തിലൂടെ രൂപപ്പെട്ടു. അങ്ങനെ കാലങ്ങൾ സഞ്ചരിക്കവേ ഭൂമിയിലെ അന്തരീക്ഷം തണുക്കപ്പെട്ടു. ജലബാഷ്പം മഴയായി പതിച്ച് സമുദ്രങ്ങൾ രൂപപ്പെട്ടു. സമുദ്രങ്ങളിൽ ഉദിച്ച ആദ്യ ഏകകോശ ജീവികൾ പ്രകാശ സംശ്ലേഷണം നടത്താൻ തുടങ്ങിയതോടെ ഓക്സിജൻ പുറത്തുവിടപ്പെട്ടു. ദീർഘകാലം കൊണ്ടുള്ള ഓക്സിജൻ സസുഷ്ഠിത അന്തരീക്ഷത്തിൻ്റെ ഘടന മാറ്റി ഓസോൺ പാളി രൂപപ്പെടുകയും സൂര്യനിലെ ഹാനികരമായ കിരണങ്ങളിൽ നിന്ന്
അതിനെ സംരക്ഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഭൂമിയിൽ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ വികസിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെട്ടു.